ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്ന് നമുക്കൊരു ചായയൊക്കെ കുടിച്ചങ്ങ് തുടങ്ങാൻ കേട്ടോ. നല്ല ഏലക്കയൊക്കെ ഇട്ട നല്ല അടിപൊളി ചായയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ ഏലക്ക ഇട്ട് ചായ കുടിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക രുചിയാണ്. അങ്ങനെ നമ്മൾ പതിവ് പോലെ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായാലും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമല്ലേ നമ്മുടേത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരാൾ ഇരിക്കുന്നത് കണ്ടോ. ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇവിടെ ഒരാളെ നോക്കി ഇങ്ങനെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് നാളെ വരണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോഴേ ആൾ വെച്ച് പിടിച്ചത് അങ്ങോട്ടാണ്, അവിടെ വന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. ഇതാ നോക്കിയപ്പോൾ ആൾ അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതെന്താ സുധിയമ്മ, ഇതിൻ്റെ പുറത്തൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ, ഇതിൻ്റെ കളർ കണ്ടോ എന്നൊക്കെ ചോദിച്ചൊരു നോക്കിയിട്ട് സംശയമായപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി. അങ്ങനെ നമ്മുടെ കൊച്ചു തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് കണ്ടോ, വെള്ളം നല്ല തെളിഞ്ഞാണ് പോകുന്നത്. നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കി. ഇതെനിക്ക് എന്നും ഉള്ളത് കേട്ടോ, ചുറ്റുപാടൊക്കെ നമ്മളിങ്ങനെ എന്നും ഒന്ന് നോക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ സ്കൂളിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ അവിടെ പല്ല് തെപ്പിക്കാൻ വേണ്ടി ബ്രഷൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ അവർ രണ്ടുപേരും സ്ഥിരം ചെന്ന് നിൽക്കാനുള്ള അവരുടെ കളിസ്ഥലത്ത് വന്ന് നിൽക്കുക കേട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞാറ്റ പല്ലൊക്കെ തേക്കുവാണ്. കാത്തോടിങ്ങനെ പമ്മി ഇരിക്കുന്ന എന്തിനാണെന്നറിയാമോ, ഒരു പൂമ്പാറ്റ എന്തോ ഒരു പക്കിയോ കണ്ട് അതിനെ പിടിക്കാൻ വേണ്ടിയുള്ള വട്ടക്കറക്കമാണ്. ഇവൾ അതുവഴി ചെല്ലുമ്പോഴത്തേക്ക് അത് ഇങ്ങേപ്പുറത്ത് വരും. അങ്ങനെ പമ്മി നിൽക്കും ആൾ കേട്ടോ. എപ്പം പിടിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ പമ്മി എന്ന് ചാടിയപ്പോഴത്തേക്ക് അതോടി അങ്ങ് പോയി, അതങ്ങ് പറന്നു പോയി കേട്ടോ. പറഞ്ഞു പോയപ്പോഴത്തേക്ക് ഇവൾ പിന്നെ പുറകെ പോയി. ഞാൻ നിർത്തിയുമ്പോൾ അത് രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഇവിടെ അടുത്ത് തന്നെ വരുവാണല്ലോ എന്ന് ഓർത്തിയപ്പോഴത്തേക്ക് അവൾ വീണ്ടും ചെന്ന് അതിനെ പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് പിടിക്കാനൊന്നും കിട്ടിയില്ല, അത് പറന്നുപോയി. അപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ കാത്തു പരാജയമൊക്കെ സമ്മതിച്ച് ഇനി പോയിട്ട് കാര്യമില്ല, ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ രണ്ടിടത്തേ ആൾ നിൽക്കത്തുള്ളൂ, അതിൻ്റെ അപ്പുറത്തോട്ട് അങ്ങോട്ടൊന്നും ആൾ പോകത്തേക്ക് ഇനി പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ലെന്ന് ഓർത്ത് ആൾ പരാജയമൊക്കെ സമ്മതിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും പല ദേശിരുന്ന ആൾ അവിടുന്ന് സ്ഥലം മാറി താഴെ പോയി നിൽക്കുകയാണ്. അവിടെ മറ്റേ നമ്മുടെ ഈ സൂര്യകാന്തിയുടെ ഒക്കെ കുഞ്ഞു പൂ നിൽക്കത്തില്ലേ, കണ്ടത്തിൻ്റെ സൈഡും വരമ്പത്ത് സൈഡൊക്കെ ഇഷ്ടം പോലെ മഞ്ഞ കളറിലെ പൂ, നല്ല ഭംഗിയത് കാണാൻ. അവൾ പിന്നെ പോയി അതെല്ലാം ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കാണ് കുഞ്ഞാറ്റ കണ്ടത്. കുഞ്ഞാറ്റ അവിടെ നിൽക്കുന്നതായിട്ട് കാത്തു കണ്ടത്. കാത്തു പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ചാടാൻ വേണ്ടി നോക്കുക. കാരണം കുഞ്ഞാറ്റ പറയുന്നുണ്ട്, ചാടല്ലേ കാത്തു, നീ ചാടല്ലേ എന്നൊക്കെയാണ് ആശാട്ടി പറയുന്നത്. കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര പേടി, എപ്പോഴും കാത്തുവിൻ്റെ പറയാൻ നടക്കുന്നുണ്ട്. കാത്തു വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഒഴുകിപ്പോവും, ചത്തുപോകുന്നൊക്കെ പറഞ്ഞ് അവൾ എപ്പോഴും കാത്തുവിൻ്റെ പുറകെ കാണും. കാത്തുവിനാണെങ്കിൽ എങ്ങനെയെങ്കിലും അപ്പുറത്തോട്ട് ചാടിയാൽ മതി എന്നുള്ള രീതിയിൽ കാത്തു നിൽക്കും. ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴത്തേക്ക് കേട്ടോ, ഞങ്ങൾ കാര്യം പറഞ്ഞ് ഒളിഞ്ഞൊരാൾ നിന്ന് കേൾക്കുന്നത്. ഞങ്ങളെ എന്ന് നോക്കുമ്പോൾ ആളൊന്ന് പോയി പമ്മി നിൽക്കും, വീണ്ടും ഒന്ന് ഒളിഞ്ഞു നോക്കും, പിന്നെയും ഒന്ന് ഓടിപ്പോവും. ഇവരൊക്കെ ഇവിടെ സ്ഥിരമായിട്ടുള്ള ആളുകൾ കേട്ടോ. രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബഹളം തന്നെയാണ്. രാവിലെ ഈ കിളികളും എല്ലാം വന്ന് ഭയങ്കര ബഹളമാണ്. രാവിലെ അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് അതുപോലെ, കാരണം ധാരാളം മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കിളികളെല്ലാം എപ്പോഴും ഇവിടെ കാണും നമുക്ക്. അങ്ങനെ പിന്നെ പമ്മി ഇന്നാൾ എവിടെയോ പോയി മറിഞ്ഞ്. കാത്തു പോയി, ആളുടെ കാര്യത്തിന് പോയി, നമ്മൾ നമ്മുടെ കാര്യത്തിന് വന്നു. അങ്ങനെ പിന്നെ മോളെ എല്ലാം റെഡിയാക്കി കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ റെഡിയായി രാവിലെ ആഹാരം കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറിയും ചപ്പാത്തിയായി നമ്മൾ കഴിക്കുന്നത്. ആഹാരമൊക്കെ തന്നെ കഴിച്ചോളൂ, ആൾക്ക് ഒരു മടിയുമില്ല. ഉണ്ടേ, ഇന്നത്തെ പോലെ ആളിവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അവൾക്കും കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളെല്ലാം ബാഗെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ 9:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂള്. പിന്നെ നോക്കിക്കേ, ഒരു സൈഡിൽ നമ്മുടെ കണ്ടവും ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ കുഞ്ഞ് കൈത്തോടും നടുക്കുള്ള വരമ്പത്തൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇച്ചിരി ഏറെ ദൂരം നടന്നു പോയെങ്കിൽ നമുക്ക് റോഡിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുപോലെ ഈ വരമ്പത്തൂടെ തന്നെ ഇച്ചിരി ഏറെ ദൂരം നടക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മണ്ണിട്ട റോഡ് വരും. അപ്പോഴാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. നമ്മളിവിടെ എല്ലാം നോക്കിയെടുത്തൊക്കെ വേണം പോകണം. ഈ മഴ സമയം അതുകൊണ്ട് ഇഴജന്തുക്കളുടെയൊക്കെ നല്ല ശല്യമുണ്ട് കേട്ടോ, പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ. അങ്ങനെ പിന്നെ നമ്മൾ റോഡ് സൈഡ് എത്തിയപ്പോൾ ഇവിടെ വരെ അവൾ ബാഗ് പിടിക്കത്തുള്ളൂ, പിന്നെ എൻ്റെ കയ്യിലാണ്. പിന്നെ നമ്മൾ മെയിൻ റോഡിലോട്ടാണെങ്കിൽ പിന്നെ നമ്മൾ റോഡിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ആളെ കൊണ്ട് ഒരു ഉപകാരമുണ്ട്, വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അവിടെ നിൽക്കും. പിന്നെ വണ്ടിയൊക്കെ അങ്ങ് ദൂരെ പോയി കഴിഞ്ഞാലേ പോകത്തുള്ളൂ. പിന്നെ നമ്മൾ സ്കൂളിലോട്ട് പോയി നടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഒരാളെയും കൂടെ കൂട്ട് കിട്ടാൻ കേട്ടോ, കൂട്ട് പിടിക്കും. ഇവളുള്ള നമ്മുടെ കുഞ്ഞാറ്റയുടെ കൂട്ടുകാരനാണ് കേട്ടോ, അക്കു. അംഗനവാടി തൊട്ട് അവിടെ കൂട്ടുകാരനാണ് ഇവർ. ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ട് അവിടെ കുഞ്ഞിൻ്റെ കൂട്ടുകാരൻ. കാരണം ഈ ഒരു ചുറ്റുപാടത്ത് ഇവർ രണ്ടുപേരേ ഉള്ളൊരു, എന്താ പറയണ്ടേ, ഈ ഒരു പ്രായത്തിലുള്ള പിള്ളേർ. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം റെമ്പൂട്ടാൻ ഇങ്ങനെ നിറച്ചുണ്ടായി നിൽക്കുകയാണ്. പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്ക് എല്ലാം പൊഴിഞ്ഞു പോയി, എല്ലാം അഴുക്കായി, കുറേ താഴെ കിടപ്പുണ്ട്. മഴ വന്നു കഴിഞ്ഞു. കുഞ്ഞാറ്റ ഇടയ്ക്ക് പോയി അക്കുവിനെ നോക്കുക, അക്കു ഒരുങ്ങി വരുന്നുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടി. ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓട്ടോ കേട്ടോ. അങ്ങനെ പിന്നെ വഴക്കൊക്കെ പറഞ്ഞ് ഒരിടത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം മഴ പെയ്ത് കിടക്കുകയല്ലേ, ഓടുമ്പോൾ സമയത്ത് പിന്നെ തിരിച്ച് ചെരുപ്പൊക്കെയാന്ന് പറഞ്ഞാലും അറിയാൻ പറ്റത്തില്ല, വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അപ്പോൾ നമ്മുടെ അക്കു ഒരുങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളായതുകൊണ്ട് ഏറ്റവും ലാസ്റ്റിലേ ഞങ്ങൾ വരത്തുള്ളൂ. ദൂരെയുള്ള ആൾക്കാരൊക്കെ നേരത്തെ വന്നാലും ലാസ്റ്റ് ബെല്ലുകാരാണ് ഞങ്ങൾ. ഇപ്പോൾ എന്തായാലും സ്കൂളിലൊക്കെ ഇപ്പോൾ നല്ല വർണ്ണക്കുടാരം എന്നുള്ള പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ സ്കൂളെല്ലാം നല്ല ഭംഗിയായി വെച്ചിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകാനും എടുക്കാനും പഠിക്കുന്ന കാര്യത്തിനൊക്കെ എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് സ്കൂൾ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിനി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയൊക്കെ